നമസ്കാരം. ഉത്തര കൊറിയൻ പരമാധികാരി കിം ജോങ് ഉൻ തൻ്റെ മകളെ പിൻഗാമിയായി തിരഞ്ഞെടുത്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. കിം ജോങ് ഉന്നിൻ്റെ മകളായ കിം ജുവയാണ് അടുത്ത ഭരണാധികാരിയാകാൻ ഒരുങ്ങുന്നത്. ഏകദേശം 13 വയസ്സുള്ള കിം ജുവയെ പാർട്ടി കോൺഗ്രസിൽ പിൻഗാമിയായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ കിം ജോങ് ഉന്നിൻ്റെ സഹോദരിയും മകളും തമ്മിൽ ഉത്തര കൊറിയയുടെ ഭാവി ഭരണം സംബന്ധിച്ച് രൂക്ഷമായ അധികാര പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് കുടുംബാംഗങ്ങളുടെ വധശിക്ഷയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കിം കുടുംബത്തിന്റെ 4ാം തലമുറയിലേക്ക് അധികാരം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കിം ജുവയെ പിൻഗാമിയായി പരിഗണിക്കുന്നതെന്നാണ് വിവരം. എന്നാൽ ഈ നീക്കങ്ങൾക്ക് കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ്ങിന്റെ ഭാഗത്തു നിന്ന് കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നും കിം ജോങ് ഉൻ മരിക്കുകയോ ഭരണം നടത്താൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടാവുകയോ ചെയ്താൽ കിം യോ ജോങ് അധികാരം പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 38-കാരിയായ കിം യോ ജോങ് ഭരണകക്ഷിയുടെ പ്രചാരണ വിഭാഗത്തിലെ പ്രധാന നേതാവാണ്. രാഷ്ട്രീയ സൈനിക തലങ്ങളിലേറെ ബഹുമാനം നേടിയ ഇവർ സഹോദരൻ കിം ജോങ് ഉന്നിന് ശേഷം ഉത്തര കൊറിയയിലെ ഏറ്റവും ശക്തിയായ വ്യക്തിയായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. 2020-ൽ കിം ജോങ് ഉന്നിന് അസുഖം ബാധിച്ചപ്പോൾ ഭരണപരമായ പല നിർണായക തീരുമാനങ്ങളും ഇവർ കൈക്കൊണ്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ദീർഘകാലത്തെ രാഷ്ട്രീയ പരിചയ സമ്പത്തും പാർട്ടിയിലുള്ള സ്വാധീനവും കാരണം കിം ജോങ് ഉന്നിന്റെ പിൻഗാമിയായി ഇവരെയായിരുന്നു ദീർഘകാലം കണ്ടിരുന്നത്. എന്നാൽ മുൻപ് കിം ജോങ് ഉന്നിനെ പിതാവായ കിം ജോങ് ഇൽ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പൊതുവേദികളിൽ കൊണ്ടുവന്നതുപോലെ ഇപ്പോൾ മകൾ കിം ജുയെയും നിരന്തരം പൊതുപരിപാടികളിൽ കിം ജോങ് ഉൻ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇത് മകളെ പിൻഗാമിയായി പ്രഖ്യാപിക്കാനുള്ള നീക്കമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. എങ്കിലും ഒരു കൗമാരക്കാരി എന്ന നിലയിൽ ഭരണപരമായ കാര്യങ്ങളിൽ കിം ജുയയ്ക്ക് ആവശ്യമായ പരിചയസമ്പത്തില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കിം യോ ജോങ്ങിന്റെ കടുത്ത നിലപാടും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ 2013-ൽ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തിയതും കണക്കിലെടുക്കുമ്പോൾ ഇരുവർക്കുമിടയിലുള്ള അധികാര പോരാട്ടം രൂക്ഷമായേക്കാം. കൊറിയ യൂണിവേഴ്സിറ്റിയിലെ ലെക്ചററും റഷ്യൻ ദക്ഷിണ കൊറിയൻ ചരിത്രകാരനുമായ ഫിയോദർ ടെർട്ടിസ്കി പറഞ്ഞത്, പിൻഗാമിയുടെ കാര്യത്തിൽ വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ, ഉദാഹരണത്തിന് ഒരു പിൻഗാമിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കിം ജോങ് ഉൻ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ രക്തരൂക്ഷിതമായിരിക്കുമെന്നാണ്. തോൽക്കുന്ന പക്ഷം അതിക്രൂരമായി അടിച്ചമർത്തപ്പെടും. അതിൻ്റെ അർത്ഥം ലേബർ ക്യാമ്പുകളും വധശിക്ഷകളുമാണ്. ചിലപ്പോൾ പരസ്യമായ വധശിക്ഷകളോ ബന്ധുക്കൾക്കുള്ള ശിക്ഷകളോ വരെ ഉണ്ടായേക്കാം. ഉത്തര കൊറിയ എന്നത് അതീവ ക്രൂരവും പൈശാചികമായ ഒരിടമാണെന്നും അദ്ദേഹം പറയുന്നു. മറ്റു വിദഗ്ധരും സമാനമായ അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത്. ഉത്തര കൊറിയൻ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യം, നിങ്ങൾ എത്ര വലിയ കിം കുടുംബാംഗമാണെങ്കിലും അവിടെ ആരും സുരക്ഷിതരല്ല എന്നതാണെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഉത്തര കൊറിയൻ വിദഗ്ധനായ ഡോക്ടർ എഡ്വേർഡ് ഹോവലും പറയുന്നു. കിം കുടുംബത്തിലെ മുൻ ഭരണാധികാരികൾ അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ അടുത്ത ബന്ധുക്കളെ വധിച്ച നിരവധി സംഭവങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 2011-ൽ അധികാരം ഏറ്റെടുത്ത് 2 വർഷത്തിന് ശേഷം തന്റെ അമ്മാവനും ഉപദേശകനുമായിരുന്ന ജാങ് സോങ് തേക്കിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് കിം അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ, നീതിന്യായ നിയമപാലന സംവിധാനങ്ങൾക്ക് മേൽ പാർട്ടിക്കുള്ള നിയന്ത്രണം ദുർബലപ്പെടുത്തൽ, രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നത്. തുടർന്ന് 2013-ൽ ഫയറിംഗ് സ്ക്വാഡ് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതേസമയം കിം ജോങ് ഉന്നിന്റെ മൂത്ത അർദ്ധ സഹോദരൻ കിം ജോങ് നാം ഭരണാധികാരിയുടെ അപ്രീതിക്ക് പാത്രമാവുകയും തുടർന്ന് 2017-ൽ മലേഷ്യയിലെ ക്വാലാലംപൂർ വിമാനത്താവളത്തിൽ വെച്ച് മുഖത്ത് മാരകമായ രാസവിഷം പുരട്ടി വധിക്കപ്പെടുകയും ചെയ്തു. ഉത്തര കൊറിയൻ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. 1948-ൽ ഉത്തര കൊറിയ രൂപീകൃതമായത് മുതൽ അതിൻ്റെ ഭരണാധികാരികൾ കിം കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇതൊന്നെങ്കിൽ സമ്പൂർണ്ണ രാജവാഴ്ചയായോ അല്ലെങ്കിൽ പാരമ്പര്യമായി കൈമാറി വരുന്ന ഏകാധിപത്യമായിട്ടോ ആണോ കണക്കാക്കപ്പെടുന്നത്. കിം ജോങ് ഉന്നിനെ പരമാധികാരിയായി വാഴിക്കുന്നതിന് വെറും 2 വർഷം മുൻപ് മാത്രമാണ് അദ്ദേഹത്തെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ആ പദവിയിലേക്ക് തയ്യാറെടുക്കാൻ അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കിം ജോയെ പിൻഗാമിയായി ഉയർത്തിക്കാട്ടാൻ അദ്ദേഹം ശ്രമിക്കുന്നതിൻ്റെ കാരണവും ഒരുപക്ഷെ ഇതാകാമെന്നും വിദഗ്ധർ പറയുന്നു. ഭരണകൂടത്തിന്റെ ഭാഗമായി ഏകാധിപത്യ ഭരണത്തിന്റെ തന്ത്രങ്ങൾ പഠിച്ചു വളരുകയാണെങ്കിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഭാവിയിൽ അധികാരത്തിലേക്ക് ശക്തമായി വരാനുള്ള രാഷ്ട്രീയ സ്വാധീനവും അവൾക്ക് ലഭിച്ചേക്കാം. അങ്ങനെയുണ്ടായാൽ ഉത്തര കൊറിയയെ ഒന്നടങ്കം വിഴുങ്ങുന്ന തരത്തിലുള്ള ഒരു വലിയ അധികാരം വടവലിയും തന്നെ നടന്നേക്കാമെന്നും വിദഗ്ധർ പറയുന്നു. 2022 നവംബറിൽ നടന്ന ദീർഘദൂര മിസൈൽ പരീക്ഷണ വേളയിലാണ് കിം ജുയെ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് മുതൽ ആയുധ പരീക്ഷണങ്ങൾ, സൈനിക പരേഡുകൾ, ഫാക്ടറി ഉദ്ഘാടനങ്ങൾ തുടങ്ങി നിരവധി ചടങ്ങുകളിൽ അവൾ പിതാവിനെ അനുഗമിക്കുന്നുണ്ട്. കിം ജോങ് ഉൻ ഇതുവരെ ഔദ്യോഗികമായി ഒരു പിൻഗാമിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി അവസാനം നടക്കുന്ന വർക്കേഴ്സ് പാർട്ടി കോൺഗ്രസിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തന്റെ പിൻഗാമി ആരാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കിം ഈ വേദിയാകും ഉപയോഗിക്കുക.